മലപ്പുറം കോട്ടക്കൽ രണ്ടത്താണിയിൽ ദേശീയപാത നവീകരണം നടക്കുന്ന കോഴിക്കോട് തൃശൂർ റോഡിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. കാലങ്ങളായി ഈ നിർമ്മാണം പുരോഗമിക്കുന്ന പാതയിലൂടെ ആളുകൾക്ക് ഇത്തരത്തിൽ കടന്നു പോകുന്നതിന് വേണ്ടി അണ്ടർപാസ് വേ അടിപ്പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനുവേണ്ടി നിരന്തരം അധികാരികൾക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടും ഈ ഒരു ആവശ്യം അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സൂചനാ സമരവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 500-ലധികം നാട്ടുകാരെ തന്നെ അണിനിരത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ വ്യാപാരി വ്യവസായികളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റോഡിലൂടെ ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി കടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി പരിഹാരമുണ്ടാകാത്ത പക്ഷം റോഡ് ഉപരോധിക്കുന്ന വിഷയത്തിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്താണ് കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് അടിപ്പാത എന്നുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു സമരത്തിലേക്ക് കടന്നത്? കാലങ്ങളായി 402 ദിവസമായി ഞങ്ങളിത് ഇന്നത്തെ ദിവസം 402 ദിവസമായി ഇവിടെ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ്. 2 പഞ്ചായത്തുകളാണ്. ഒരു സൈഡ് മാറാക്കര പഞ്ചായത്ത്, മറ്റേ സൈഡ് കൽപ്പകഞ്ചേരി പഞ്ചായത്താണ്. ഈ മാറാക്കര പഞ്ചായത്തിലുള്ള ഒരു 500 വീടുകളും കൂടുതലുണ്ട്. അവർ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പുറത്തെ സൈഡ്. പോസ്റ്റ് ഓഫീസ്, അതേമാതിരി റേഷൻ കട, മാർക്കറ്റ്, സ്കൂള്, LP സ്കൂൾ വരെ, അതേപോലെ ലിമിറ്റഡ് സ്റ്റോപ്പുള്ള ഏരിയയാണ്. അപ്പോൾ ഈ കുട്ടികൾ സ്കൂൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് കടന്നാലേ ബസ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ഓൾറെഡി താഴെക്കെട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നിട്ടാണ് രണ്ടത്താണി എന്ന അങ്ങാടിയിൽ എത്തുന്നത്. ഈ വഴി ഞങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ 1.5 കിലോമീറ്റർ നടന്നു പോകണം വീണ്ടും. പിന്നെ രണ്ടത്താണിക്കൽ നിന്ന് വെട്ടിച്ചിറ PW റോഡുള്ളതാണ്. അവിടെ വരെ NHI ആക്സസ് തന്നിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിരന്തരം ആവശ്യം ഉന്നയിച്ചു. എന്താണ് അവർ പറയുന്നത്? ഇതിൽ അവര് പറയുന്നത് എന്താ വെച്ചാൽ അവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടത്താണി ടൗണിൽ അവർ വന്ന് നോക്കിയിട്ടുണ്ടോ? അതാ അവർ മിസ്സാക്കിയത്. ഇതുപോലെയുള്ള ഒരു ഏരിയയാണ് ഇരുമ്പിൻചോല, VK പടി മുതൽ കുളപ്പുറം, അതിൻ്റെ ഇടയിൽ സ്കൂൾ വിഷയമായിട്ട് അവിടെ കുട്ടികൾക്ക് കടക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു വഴി ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളവർ പണി തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ടത്താണിയിൽ മാത്രം അവർക്ക് സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏകദേശം എത്രയധികം ആളുകളെ, അതായത് ഇപ്പോൾ ഈ നാട്ടുകാരാണുള്ള ഈ സമരത്തിലൊക്കെ തന്നെ അണിനിരന്നത്, എത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്? 10,000-ലധികം ആൾക്കാരെ ബാധിക്കും. 2 പഞ്ചായത്താണ്. ഒരു അപ്പുറത്ത് മാറാക്കര പഞ്ചായത്ത്, ഇപ്പുറം കൽപ്പകഞ്ചേരി പഞ്ചായത്ത്. അതായത് ടൗണിന്റെ ഭൂരിഭാഗം കടകളും ഒരു സൈഡിലാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് നടന്ന് പണ്ട് ഒരു 50 മീറ്റർ ക്രോസ് ചെയ്യുന്ന പകരം ഇപ്പൊ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റി വരുന്നതാണ് പറയുന്നത്. അതായത് ഒരു 6 വരിപ്പാത സാധാരണ വാഹനങ്ങൾക്ക് സൗകര്യമാവുമെങ്കിലും നടക്കുന്ന ആൾക്കാരെ കൂടി കൺസിഡർ ചെയ്തിട്ട് ആവേണ്ടിയിരുന്നു ഹൈവേയുടെ വികസനം. ഞങ്ങൾ റോഡിനൊന്നും എതിരല്ല. റോഡ് ഇഷ്ടംപോലെ ആൾക്കാർ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കുറെ മുൻ NH-70 സമയത്ത്. ഈ ഒരു ഒറ്റ കാര്യം, ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഈ സമരത്തിലല്ലേ? ഒരു കക്ഷി, പ്രത്യേക ഒരു കക്ഷിന്റെ ബേസിലല്ലാതെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മതസംഘടനകളാവട്ടെ അല്ലെങ്കിൽ മറ്റു സംഘടനകളാവട്ടെ, എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിന് രാഷ്ട്രീയത്തിന്റെ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സൂചനാ സമരം എന്ന നിലയിലാണോ ഇപ്പോൾ സമരം സംഘടിപ്പിച്ചത്? സൂചനാ സമരം തന്നെയാണ്. കാരണം ഞങ്ങൾ ഫസ്റ്റാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇതിന് മുന്നേ ധർണ ഉണ്ടായിരുന്നത് ഇതുപോലെ ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സമരം അല്ലായിരുന്നു. പക്ഷേ സൂചനാ സമരം തന്നെയാണ്. ഞങ്ങളെ കേസ് കോടതിയിൽ നാളെ പരിഗണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കണമെന്ന് എന്തിട്ടുണ്ട് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നാളെ പരിഗണിക്കും. അതിന്റെ ബേസിലായിരിക്കും ബാക്കിയുള്ള സമരങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അടിപ്പാത ഒരു അത്യാവശ്യമായ കാര്യമായി വന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത് നടപ്പിലാക്കാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കാത്തൊരു ഘട്ടത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ഒരു രണ്ടത്താണി നിവാസികൾ, നാട്ടുകാർ ഈ ഒരു പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു. അവർ ഒരുമിച്ച് ഈ ഒരു ഒറ്റ ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പ്രതിഷേധ പ്രകടനം ആദ്യഘട്ടത്തിൽ ഒരു സൂചനാ സമരം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു ആവശ്യം നടപ്പിലായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ദേശീയപാതയിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.